പ്രൈം കോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ടാലി പ്രൈമിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പഴയ വീഡിയോകളുടെ ലിങ്കുകളുണ്ട്. അത് കാണാത്തവർ അത് നിർബന്ധമായും കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത്. എങ്കിലാണ് നമ്മൾ പോരുന്നതിൻ്റെ ഒരു കണ്ടിന്യൂസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഇൻവെൻട്രി മാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു. അതിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടത് കൊണ്ടാണ് രണ്ടാമത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു പ്ലൈവുഡിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ജസ്റ്റ് നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മളൊരു സ്ക്രൂ എന്നുള്ളൊരു ഐറ്റംസിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രൂ ഐറ്റംസ് എന്നുള്ളതുകൊണ്ട് ഒരു പുതിയ ഒരു ഐറ്റംസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഡ്രൈവാൾ സ്ക്രൂ എന്നുള്ളത് കൂടി കൊടുക്കാം. 1 ഇഞ്ച് എന്നുള്ളത് കൂടി നമ്മളവിടെ കൊടുത്തു. അതിൻ്റെ അണ്ടറായിട്ട് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൽ സ്ക്രൂ എന്നുള്ളതില്ല. നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് പുതിയൊരു അണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഓപ്ഷന് നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ ചെയ്താൽ പുതിയ അണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അതല്ലെങ്കിൽ Alt+C എന്നുള്ള ഷോർട്ട് കീ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ ഒരു അണ്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്ക്രൂ എന്നുള്ള അണ്ടറിനെ ക്രിയേറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡീറ്റെയിൽസ് GST ഡീറ്റെയിൽസ് കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ GST ഡീറ്റെയിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 18% ടാക്സ് ആണ്, 1% സെസ് ആണ്. ഓക്കെ, അങ്ങനെ സ്ക്രൂ എന്നുള്ളൊരു അണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കാറ്റഗറി നമ്മോട് ചോദിക്കുന്നുണ്ട്. വ്യത്യസ്തമായ കാറ്റഗറികൾ സ്ക്രൂ ഐറ്റംസുകളിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ ജസ്റ്റ് നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്ത് വിട്ടാൽ മതി. ഞാനിവിടെ ഡ്രൈവാൾ എന്നുള്ളതിലേക്ക് അതിൻ്റെ അണ്ടർ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മോട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ സ്ക്രൂവിൻ്റെ ഒരു ഐറ്റംസിൽ ചിലപ്പോൾ നമുക്കറിയാം ഒരു ബോക്സിൽ ഇത്ര സ്ക്രൂകളാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട്. നമ്മൾ പല സമയത്ത് ചിലപ്പോൾ നമ്മളൊരു ബോക്സ് സ്ക്രൂ എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അടിയിൽ ഇത്ര ക്വാണ്ടിറ്റിയാണ് എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യണം. ആൾട്ടർനേറ്റീവായിട്ട് 2 സ്റ്റോക്കുകളെ, ഒരു സ്റ്റോക്കിൽ തന്നെ 2 യൂണിറ്റുകളെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബോക്സ് എന്നുള്ളതിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ബോക്സ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നു. ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നത് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കും. അപ്പോൾ നമ്മോട് ചോദിക്കുന്നത് എത്ര നമ്പേഴ്സ് ആണ് ഒരു ബോക്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂവിൽ 1000 സ്ക്രൂ വരുന്നത് ഒരു ബോക്സ് ആണ്. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ബോക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നേരെ തിരിച്ച് നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ നമുക്ക് നമ്പേഴ്സ് ആണ് വരുന്നത്, ഇവിടെ നമ്മൾ നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇവിടെ ബോക്സ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മോട് ഒരു ബോക്സ് ഈസ് ഈക്വൽ ടു 1000 എന്നുള്ളത് നമ്മളവിടെ കൊടുത്തു. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാരണം പലരും ലൂസായിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യ നമ്പർ, അതിൽ എത്ര ബോക്സ് പോയി എന്നുള്ളത് കൂടി നമുക്കവിടെ കാണാൻ കഴിയും. ഓക്കെ, അതിന് ശേഷം മറ്റൊരു ഓപ്ഷൻ കൂടി കഴിഞ്ഞ സ്റ്റോക്ക് ക്രിയേഷനിൽ നമ്മൾ കാണാത്ത മറ്റൊരു ഓപ്ഷൻ കൂടി നമുക്കവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് ചോദിക്കുന്നത് സെറ്റ് സ്റ്റാൻഡേർഡ് റൈറ്റ്സ് എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റുമ്മേ തന്നെ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ പർച്ചേസ് കോസ്റ്റിലൂടെ നമ്മൾ എത്ര രൂപക്കാണ് അത് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെയിൽ ബില്ലിൽ അതിൻ്റെ ഒരു റേറ്റ് വരും. നമ്മൾ കാൽക്കുലേഷനോ അല്ലെങ്കിൽ പുതിയ ഒരാൾ ബില്ലടിക്കുന്ന സമയത്ത് ഇത് എത്ര രൂപക്കാണ് സെയിൽ ചെയ്യുക, അതിൻ്റെ ഒന്നും നമ്മോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അവർ ബില്ലടിക്കുക, അതിൽ റേറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളവിടെ എസ് കൊടുത്ത് ആ ഒരു സംഭവത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ കോസ്റ്റ് എത്രയെന്ന് കാണിക്കണം, ദെൻ അതിനുശേഷം നമ്മൾ എത്ര രൂപക്കാണ് അത് സെയിൽ ചെയ്യുക എന്നുള്ളതിൻ്റെ വിവരം കൂടി നമ്മളവിടെ കൊടുക്കണം. ഓക്കെ,
അപ്പോൾ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല സമയത്തും ചിലപ്പോൾ പല പ്രൊഡക്റ്റുകൾക്ക് റേറ്റുകൾ മാറ്റം വരും. അത് അതിനനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ റേറ്റുകൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറില്ലേ എന്നുള്ളത് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഏപ്രിൽ മുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏപ്രിൽ കഴിഞ്ഞ് നമ്മൾ ജൂണിലെത്തിയ സമയത്ത് അതിൻ്റെ റേറ്റ് കോസ്റ്റ് കുറച്ച് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സെയിൽ റേറ്റ് നമ്മൾ അധികരിപ്പിക്കേണ്ടി വരും. ഓക്കെ, കുറയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു അപ്ലിക്കബിൾ എന്ന് മുതലാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് അപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചു. നമ്മൾ 1 ഏപ്രിൽ 2021 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു. നമ്മൾ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 25 പൈസ എന്നുള്ളത് നമ്മളവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുന്നത് ഇത് എത്ര രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്? 1 ഏപ്രിൽ മുതൽ എത്ര രൂപക്കാണ് ഇത് സെയിൽ ചെയ്യേണ്ടത് നമ്മൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് 30 പൈസക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ഇത് റേറ്റ് മാറ്റാണ്. നമുക്ക് തോന്നാണ് ഇത് 1.6 മുതൽ ഇതിന്റെ റേറ്റ് വരേണ്ടത് 32 പൈസയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് മുതൽ ആ റേറ്റ് വരും. ഓക്കെ, പിന്നെ 1.12 മുതൽ ഇതിന്റെ റേറ്റ് വരേണ്ടത് 35 പൈസയാണ് എന്നുണ്ടെങ്കിൽ അന്ന് മുതൽ ആ റേറ്റ് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ പീരിയഡിലെ റേറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത്രയും കാര്യങ്ങൾ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ GST ഡീറ്റെയിൽസിൽ വരിക. അതിവിടെ നമ്മോട് ചോദിക്കുന്നുണ്ട് നമ്മൾ GSTയുടെ ഡീറ്റെയിൽസിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളത് നമ്പേഴ്സിലാണോ ബോക്സിലാണോ കൊടുക്കേണ്ടത് ചോദിക്കുക. നമുക്ക് ബില്ലടിക്കുന്ന മിക്ക സാധനങ്ങളും ബോക്സിലായിരിക്കും. അതുകൊണ്ട് നമ്മളവിടെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിൽ എന്താണ് കൊടുക്കുന്നത്? അവിടെ ബോക്സ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ അതർ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അതർ ഡീറ്റെയിൽസിൽ ഒന്ന് വന്ന് നോക്കാം. മോർ ഡീറ്റെയിൽസ് എന്നുള്ളതിലാണ്. അതർ ഡീറ്റെയിൽസ് അല്ല, മോർ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ ഷോ മോർ എന്നുള്ളൊരു ഓപ്ഷനും കൂടി നമുക്കിവിടെ കൊടുക്കാം. ഷോ മോർ. ഇവിടെ നിലവിൽ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റിന്റെ പേരുണ്ട്. അലിയാസ് നെയിമിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുക. എന്താണ് അലിയാസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ പാർട്ട് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾക്കും വേണമെങ്കിൽ ഓരോ നമ്പറുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് 1500 എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ അലിയാസിലൊന്നും കൊടുത്തിട്ടില്ല. മോർ ഡീറ്റെയിൽസ് ഒന്നും കൂടി എടുക്കുക. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഈ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ നോട്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ആൾട്ടർനേറ്റീവ് യൂണിറ്റ്, ആവറേജ് കോസ്റ്റ്, പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ്, MRP ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ MRP ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കൊടുക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ലിസ്റ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ അണ്ടർമ വെച്ചതുകൊണ്ട് നമ്മൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഏകദേശം സ്റ്റോക്കിൻ്റെ ക്രിയേഷൻ നമുക്ക് പൂർത്തിയാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്രിയേഷൻ്റെ ഭാഗത്ത് നമുക്കുള്ളത് GST ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിലവിൽ നമ്മൾ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ക്രിയേഷനിൽ നിന്ന് GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനില്ല. അതിനുശേഷം പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന് ഒരു പാൻ കാർഡ് ഉണ്ടായിരിക്കും. ആ പാൻ കാർഡിൻ്റെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്താൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പാൻ കാർഡ് നമ്പർ കൊടുക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്രിയേഷൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചത്. ഇനി ഇതിൽ ഷോ മോർ എന്നുള്ള കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് സമയങ്ങൾക്കനുസരിച്ച് ആവശ്യമുള്ളതിന് ഓരോ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എനേബിൾ ചെയ്ത് അതാത് സമയങ്ങളിൽ ഓരോ സമയത്ത് നമുക്ക് അതിനനുസരിച്ച് പഠിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്രയാണ് ക്രിയേഷൻ്റെ ഭാഗത്തുള്ളത്. ഇനി വൗച്ചർ ടൈപ്സ് എന്നുള്ളൊരു ഭാഗം കൂടി നമ്മൾ എന്തുണ്ട് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ എടുക്കാനുണ്ട്. അത് അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.